സുധാരേട്ടാ സുധാരേട്ടാ ആ ചെക്കനാ നിങ്ങളെ കാണാൻ വന്നിട്ടേ കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നു. എമ്മാപ്പാ ഓക്കെ അല്ലേ? ഇരിക്കേ സുരേഷ, ഇരിക്കേ ഇരിക്കേ. ഇന്നലെ ഞാനടാ വന്നേന് വണ്ടിത്തോട്ടത്തില്. കുറച്ച് വൈകിപ്പോയി. ബട്ട് ഈ നേരത്ത് വന്ന് പറയാൻ മാത്രം അത്ര അർജന്റ് മാറ്റർ എന്നാണ് സുരേഷ? ഞാൻ കുറേ നേരം കാത്തിരുന്നു. ഞാനും കാത്തിരുന്ന്, പിന്നെ പേടി വന്ന്. ഞാനും കാത്തിരുന്നു എന്ന് പറയാൻ വന്നതാണ്. പിന്നെ നിങ്ങൾ പറ്റിച്ചോന്ന് തെറ്റിദ്ധരിക്കണ്ടല്ലോ. ഇല്ല, എനക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. പിന്നെ എന്താണ് കാണണമെന്ന് പറഞ്ഞ? എന്നാണ് സുരേഷ നിങ്ങൾ തമ്മില് രണ്ടാളും കൂടെ ഒളിച്ചോടി പോകാനായിട്ട് വല്ല പ്ലാനും ഉണ്ടാ? ഉണ്ടെങ്കിൽ ഈ സുധാരേട്ട കുടിച്ച് ചാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോയിക്കോ. ഇതാണ് പ്രശ്നം. ഒരു കാര്യം ചോദിച്ച് ക്ലിയർ ചെയ്യാൻ സമ്മതിക്കൂല. നീ പറ മോനെ. അല്ല അമ്മേ. അമ്മയാ? ആരമ്മ? നീ ഏച്ചിന്ന് വിളിച്ചാൽ മതി സുരേഷ, അതായിരിക്കും ഇഷ്ടം. അല്ലേ ചേച്ചി, ഞാൻ ഒരു പുതിയ നാടകം കളിക്കുന്നുണ്ട്. അതിൽ മെയിൻ റോളിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നാഗരേട്ടനെ ക്ഷണിക്കാനാ വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ നാടകം കളിച്ച് കുടുംബം മുടിയുമ്പോൾ നാഗരേട്ടനെ ഒന്നിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ. നിന്റെ കുടുംബം മുടിഞ്ഞ പിന്നെ ഈ കുടുംബം കൂടെ മുടിച്ചിട്ടാണ് ഇയാള് നാടകം നിർത്തിയത്. അച്ഛൻ പോയ പിന്നെ എത്ര സ്റ്റേജിലാണ് നാഗരേട്ടൻ ഗന്ധർവം പകർന്നാടിയത്. കലാകാരന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത വീടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഇങ്ങോട്ട്. എന്ത് കോപ്രായം വേണമെങ്കിലും കളിച്ചോ രണ്ടാളും. അതിനെ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടി കണ്ടിട്ട് നടു ഞാൻ ഒടിക്കും. നാടകം കളിക്കാൻ നിനക്കടറ നാടകം അറിയല്? അതെന്ത് ചോദ്യാണമ്മേ? ഷാജഹാൻ മാർബിൾ പണിക്കാരനായിട്ടാണ് താജ്മഹൽ കെട്ടീനി. അറിയാനെന്തില്ലേ? അതങ്ങനെ ഉണ്ടാവില്ലല്ലേ? ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് വെച്ചിട്ട് 1000 കല്ലുമായി അങ്ങനെ അങ്ങനെ അങ്ങനെ. മോളാന്ന് സുമലത കേട്ടിട്ടുണ്ട്. അച്ഛാ ബ്രേക്ക് എലക്ക് തച്ച് കാല് വിളിക്കും നായിന്റെ മോനെ. നാടകം കൊണ്ട് വളപ്പിലേക്ക് പറ്റി ആദ്യം ഓന്റെ സ്ക്രിപ്റ്റ് കത്തിക്കാൻ പറ്റും. നായിന്റെ മോനെ 1 ലക്ഷം ഉറുപ്പ്യ സമ്മാനം. ഓന് 2 ലക്ഷം ഉറുപ്പ് കൊടുക്കാം. നാട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. എടാ ആദ്യം നീ 2000-ന്റെ കുറി വെക്ക്, എന്നിട്ട് 2 ലക്ഷം തള്ളു. ഛേ, ആ നാഹർക്ക് ഇത് എന്തിന്റെ കാണാന്ന് എനക്ക് മനസ്സിലാവുന്നത്. നാഹർ മാത്രല്ല വേണോട്ടാ, ഈ നാട്ടിലെ എല്ലാവരും ഓൻ്റെ ഒപ്പം. അത്രക്കുണ്ട് നാടകത്തിനോട് നാട്ടുകാർക്ക് പ്രാന്ത്. ഓൺ ട്രെൻഡിങ്ങോ നോയിക്കോ. അഡ്വാൻസ് വാങ്ങിയ 30 സെന്റ് പോയി. 30 സെന്റ് മാത്രമല്ല, ഷമീറിന്റെ കമ്മീഷൻ 3 ലക്ഷം, അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള 15 ലക്ഷം കംപ്ലീറ്റ് പോയി. സുരേഷ എന്നെ ഒഴിവായി കൂടെ? 3 ലക്ഷം കീശിൽ വെച്ച് നടക്കാൻ കഴിയടാ, ചെലവായി പോയി. അല്ല, ഞാനതിപ്പോ വെക്കുന്നില്ലെങ്കിലോ? പിറ്റ കമ്മീഷൻ നിനക്ക്. അതുവരെ പലിശ നീ നാടകത്തിൽ അഭിനയിച്ച് തീർക്ക്. നാടക നാളെ ഓഡിഷൻ ഉണ്ട് കേട്ടാ. അപ്പൊ ഷമീറിന്റെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബാക്കി നിങ്ങൾ മേടിച്ചിട്ട് പുട്ടടിച്ച് 5 ലക്ഷം ഉറുപ്പ്യ. ആ പൈസക്കല്ലേ സുധാരേട്ടൻ പശുവിനെ മേടിച്ചിനി. ഇനിയിപ്പോ ഇങ്ങനെ പശുവിനെ ഓഡിഷന് വിളിക്കുക. ഒന്നുകിൽ എൻ്റെ പൈസ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഒരു നടിയെ എനിക്ക് തരണം. ഒരു യുവനടീനെ. സുരേഷ ഇലക്ട്രിസിറ്റി ഓഫീസ് വിറ്റിട്ടാലും നിന്റെ കട ഞാൻ തീർക്കൂട്ടാ. എന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് നടീനെ കിട്ടുകയും ചെയ്യും. എന്റെ പേരിൽ ആരും അടികൂടണ്ട, ഞാൻ അഭിനയിക്കാം. നിനക്ക് വില്ലേജ് ഓഫീസിൽ അടിച്ചു വരാൻ പോണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു വാരലൊന്നും വില്ലേജ് ഓഫീസ് വൃത്തിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കുള്ള സുരേഷ, സമ്മതിക്കുള്ള സുരേഷ. ആഹാ, ചാരുജിയുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ ഫോട്ടോക്ക് താഴെ നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒന്ന് കമന്റ് ഇടാം. അതിന്റെ ബിഗ് ബഡ്ജറ്റ് നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നത് സഹിക്കുന്നില്ല അല്ലേ? വെറുതെ അല്ലടാ നീ പുഷ്പിക്കാത്ത പുഷ്കരനായത്. കേട്ട ഇവന്റെ കാര്യം എന്തെങ്കിലും നോക്കൂടെ? അമ്മേ, അപ്പൊ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. നാടകത്തിന്റെ ചെലവ്, യുവനടി, ഇനി നിങ്ങൾ എനിക്കൊരു ഓട്ടോറിക്ഷയും കൂടി മേടിച്ചാണ്. എന്തെന്ന്? ഓട്ടോറിക്ഷ, എന്റെ ട്രാവലിംഗ് കൺവീനിയൻസ്. माताजी का आंख का ऑपरेशन की जरूरत? ओह सॉरी,
ഇമോഷണൽ ആയാൽ ഹിന്ദി വരും. അമ്മച്ചിക്ക് കണ്ണിനൊരു ഓപ്പറേഷൻ, അതിന് വന്നതാ. ബസ് ഇറങ്ങിയ നേരം ഒരു നാടകത്തിന്റെ മണം. സാംസൺ എന്നാ അതൊന്ന് അറിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. നാരടാ, നമ്മള് പുഷ്പാങ്കതനില്ലേ? ആര്? പുഷ്പാങ്കതൻ. സ്വപ്നത്തിൽ കണ്ട സുന്ദരി അവര് ഫ്രണ്ട് ഒന്നിച്ച് നമ്മളെ ഭവാനി അമ്പലത്തില് ഉത്സവം കാണാൻ പോകുന്ന സീനാണ്. അവര് തമ്മിൽ കണ്ടുമുട്ടിയല്ലേ? അതെ. പിന്നെ ആന വരണ്ടു, ആൾക്കാരൊക്കെ പരക്കം പാച്ചിലായി, അങ്ങനെ ഉത്സവം മുടങ്ങി. മതി സുരേഷ, ബാക്കി ഞാൻ ഇവളെ കൊണ്ട് വായിപ്പിച്ചോളാം. ഇവളെ എനിക്ക് വായിച്ച് പറഞ്ഞു തന്നോളൂ. മതി മതി, എങ്ങനെയായാലും നാരായണന് കാര്യം മനസ്സിലായാൽ മതി. ഒന്നുകൂടെ കാണണ്ടേ, ഹൃദയം തുറക്കേണ്ടേ? അതെ. നീ എന്തിനാ എന്നെ നോക്കുന്നു? സ്വപ്നത്തിൽ കണ്ട സദാരാമയെ പുഷ്പാങ്കതൻ വീണ്ടും കാണാൻ വേണ്ടി പറയുന്നതല്ലേ? അവർക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇതെന്തിന് ഇവൻ നിങ്ങളോട് പറയുന്നതാണ്? എന്നോട് പറയണ്ടേ? അവന്തി രാജ്യത്തിലെ രാജാവ് എന്ന നിലയ്ക്ക് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഞാനും പോകണ്ടേ ഭവാനി ഉത്സവത്തിന്? പിന്നെ ഇതൊക്കെ എന്താ അറിയാ, വെറുതെ പേടിപ്പിക്കുക മാത്രം അറിയാം. മിസ്റ്റർ സുരേഷ്, ആ ബിസി ഹോ? തിരക്കിലാണോ? ഹേ അല്ലേ? പറഞ്ഞോ ടി വി. ഈ ആന വരൂ? ഒരെണ്ണം കൂടി വെച്ചാലോ? വേണ്ട കുട്ടി, ആനയുടെ കൂടെ ഓടാനില്ലതാ മതി. ആന വരുമോ നാഹറേ? ആന വന്നാലും വന്നില്ലെങ്കിൽ നാളെ അഭിനയിക്കും. ആനയുടെ ഇമ്പാക്ട് ഇടും. ഹലോ, आना वरूले हाथी आना लेट होगा यो हाथी लेटा आना लेटा अरे हाथी और आना दोनों लेट होगा കിഴക്കേ മണ്ഡപത്തിലേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുക. ഷാർങ്ങകത്തെ രാജാവായി നാഹർ കിഴക്കേ മണ്ഡപത്തിൽ നിന്നും നടന്നു വരണം. പുഷ്പാങ്കതനായി നമ്മളെ സ്വന്തം സാംസൺ ടിവിയും പേശാലനായി നമ്മളെ ബ്രോക്കർ ഷമീറും സ്വപ്നത്തിൽ കണ്ട സുന്ദരിയെ തിരഞ്ഞ് ആളുകളുടെ ഇടയിലൂടെ നടക്കണം. സ്വപ്നത്തിൽ കണ്ട സുന്ദരി ഇന്ന് വരാതിരിക്കില്ല. സുരേഷ, ആനയുടെ കാര്യം എന്തായി? സാംസങ് കമ്പനിയുടെ ഒരു മൊബൈൽ ഫോൺ ഭഗവതി, എത്ര നേരമായി കാത്തിക്കുന്നു? ആന വരാനുള്ള സമയല്ലേ? ആന കൊടുത്തു. ஆத்தி வரும் ஆத்தியோட என்ட்ரிக்கு டைம் ஆயிடுச்சுனா விசில் மட்டும் போடு. ഓക്കെ. വൈകി വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ആ മണ്ഡപത്തിലേക്ക് കയറി നിൽക്കണേ. ആന വരുമ്പോ നമ്മള് സുരേഷൻ വിസിലടിക്കും. സാംസണാണ് ആദ്യം ആനയെ കാണേണ്ടത്. ആന ഒന്ന് ചിഹ്നം വിളിക്കും. പേടിക്കൊന്നും വേണ്ടാട്ടാ, ആന ഒന്നും ചെയ്യൂല. മോനെ ആരും ബഹളം വെക്കരുത്. വണ്ടി പൈസ എനിക്ക് അയച്ചു തന്നിട്ട് ആന വന്നിട്ടില്ല. എന്റെ അച്ഛനതാ കുടിച്ച് തരുന്നു. എന്റെ നാഹരേ, അച്ഛനെ കൊണ്ട് നാളെ വരുന്ന ഞാൻ കാത്തിരുന്നിട്ട് നീ നാളെ കളിക്കാൻ വരുന്നല്ലടാ. ആന വരണ്ടിരിക്കുവല്ലേ, സൂക്ഷിക്കണ്ടേ. നാളെ കഴിഞ്ഞ് മംഗലാപുരം പോയി ഓപ്പറേഷൻ ചെയ്തേക്കാം. ബാക്കി കസം കാത്തോ. There is no elephant in the room. There is a Elizabeth in the room.